ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കിലോ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വറ്റൽമുളക് ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ കൊണ്ടാട്ടമുളക് തന്നെയാണ് എടുത്തേക്കുന്നത്. പകുതി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഉപ്പ്, കാശ്മീരി ചില്ലിയും സാദാ ചില്ലിയും കൂടി പൊടിച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കൊണ്ടാട്ടമുളകിൻ്റെ പൊടിച്ചത്, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ. ചിക്കൻ നമുക്ക് മസാലയൊക്കെ ചേർത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് മസാല ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇടാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അര ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. ലേശം ഉപ്പ് ഇതിനാവശ്യത്തിന് നമുക്ക് ചേർക്കണം. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും ഇതിലേക്ക് ഒഴിക്കുക. നന്നായി ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. നന്നായി തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ചിക്കൻ കൊണ്ടാട്ടത്തിലേക്കുള്ള കൊണ്ടാട്ടം നമുക്ക് ആദ്യം വറുത്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ കൊണ്ടാട്ടമുളക് ഇതിലേക്ക് ഇടണം. നന്നായി വെളിച്ചെണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് കിട്ടണം. തീ കുറച്ചിട്ടിട്ട് മൊരിച്ചാൽ മതി. ഇതിലേക്ക് വേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ചിക്കൻ കൊണ്ടാട്ടത്തിനുള്ള ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ചിക്കൻ വറുത്ത് കോരിയ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉള്ളി വാട്ടുന്നത്. ഉള്ളി അതിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയിട്ട് കുറച്ച് മുളക് പൊടി ഇടാം. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി, നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. ഗരം മസാലയുടെ പൊടി ചേർക്കാം. കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കൊണ്ടാട്ടം പൊടിച്ചു വെച്ചത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നേരത്തെ ചേരുവകൾ പറഞ്ഞപ്പോൾ ഈ സോസ് പറഞ്ഞില്ല. അത് ഒരു 3 ടീസ്പൂണ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കുക. കൊണ്ടാട്ടത്തിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഇതുണ്ടാവുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച കൊണ്ടാട്ടമുളകും വേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം.